ഹലോ. അപ്പോൾ അതാ നമ്മുടെ ഈ ടൈറ്റിലിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, അനുപാതം എന്ന് മലയാളത്തിൽ പറയും അല്ലേ, അതിൻ്റെ ക്ലാസ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുഖം ആയിട്ട് കുറച്ച് കാര്യം പറയാനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ഏത് പരീക്ഷയ്ക്ക് പഠിക്കുന്നവർക്കാണ് ഇത് സ്യൂട്ടബിൾ ആവുന്നതെന്ന് ചോദിച്ചാൽ, PSCയുടെ 10th ലെവൽ തൊട്ട് പ്രിലിംസ് ലെവൽ വരെയും UPSCയുടെ സിസാറ്റ് വരെയും SSCയുടെ ഏത് എക്സാമും, ഇങ്ങനെയുള്ള ഏത് എക്സാമും, നിങ്ങൾക്ക് മാത്സ് ബേസ്ഡ് ആയിട്ട് വരുന്ന ഏത് എക്സാമിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള എല്ലാവർക്കും ചോദിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് ഇത് SSCക്കോ അല്ലെങ്കിൽ ബാങ്ക് അല്ലെങ്കിൽ RRB ഇങ്ങനെയുള്ള മാത്സ് ഹെവി ആയിട്ടുള്ള സബ്ജക്റ്റ് പരീക്ഷകൾക്ക് മാത്രമുള്ളൊരു കോഴ്സാണ് അല്ലെങ്കിൽ ഒരു ചാപ്റ്ററാണ് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കാണാം. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമുക്ക് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചാനൽ ഉദ്ദേശം എന്ന് വെച്ചാൽ മാത്സിൽ വളരെ ബേസിക് ആയിട്ടുള്ള ആൾക്കാരെ കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ളതാണ്. അപ്പോൾ മഹാഭൂരിപക്ഷം വരുന്ന ആൾക്കാർക്ക് റേഷ്യോ എന്താണ്, അനുപാതം എന്താണെന്ന് നന്നായിട്ട് അറിയാം എന്നെനിക്കറിയാം, സ്കൂളിൽ നിന്ന് പഠിച്ചവർക്ക്. എന്നാലും വലുതായിട്ട് അതിൻ്റെ കോൺസെപ്റ്റ് ഇപ്പോഴും മനസ്സിലാവാത്ത ആൾക്കാർ ഒരുപാട് ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ച് എക്സാമ്പിൾസിലൂടെ പറഞ്ഞ് തരാനാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ അടുത്തായിട്ട് ഏറ്റവും ഭയങ്കര പ്രമാദമായിട്ട് നടന്ന സംഭവം, നമ്മുടെ തമിഴ്നാട്ടിലെ കരൂരിൽ നമ്മുടെ തലപതി വിജയ് അദ്ദേഹത്തിൻ്റെ ഒരു മാനാട്, ഒരു വലിയ രാഷ്ട്രീയ കൂട്ടം നടന്നപ്പോൾ കുറേ പേര് മരിച്ചൊരു സംഭവമാണ് അല്ലേ. അപ്പോൾ ആ മരിച്ച സംഭവത്തിനെ കുറിച്ച് അവിടുത്തെ തമിഴ്നാട് ഗവൺമെൻറ് ഒരു പ്രസ് മീറ്റ്, അതിനൊരു വിശദീകരണം നൽകിയപ്പോൾ അതിൻ്റെ ഒരു പോലീസിൻ്റെ ഒരു അധികാരി പുള്ളി പറഞ്ഞത് എന്താ, ഞങ്ങൾ അഡ്വക്കേറ്റ് ആയിട്ടുള്ള സുരക്ഷ കൊടുത്തിട്ടുണ്ട്, 40 ആൾക്കാർക്ക് ഒരു പോലീസ് വീതം കൊടുത്തു. കണ്ടോ? അപ്പോൾ എന്താ അവിടെ വന്നു റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. നമ്മൾ കണക്കൊക്കെ പഠിക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത്, ഇത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലൊക്കെ എവിടെ ഉപകാരപ്പെടാനാണ്, ഉപകാരപ്പെടുന്ന ഭാഗങ്ങൾ വന്നാണ്ടോ? പുള്ളിക്ക് പറയേണ്ടി വന്നില്ലേ, 40 ആൾക്ക് ഒരു പോലീസ്. അതിൻ്റെ അർത്ഥം ആ ടോട്ടൽ വെന്യൂവിൽ വന്നത് 40 ആൾക്കാരാണെന്നാണോ? അല്ല, 40,000 ആവാം, 40 ലക്ഷം ആവാം അല്ലേ. പക്ഷേ 40 ലക്ഷത്തിന് ഇത്ര പോലീസുകാർ എന്ന് പറയുന്നതിൽ നല്ലതല്ലേ 40 ആൾക്കാർക്ക് ഒരു പോലീസുകാർ, 40 ആൾക്ക് ഒരു പോലീസുകാരൻ, അപ്പോൾ 400 ആൾക്ക് 10 പോലീസുകാരൻ, അങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ വലിയ ക്വാണ്ടിറ്റിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ചെറുതായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ മനുഷ്യന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള എളുപ്പമായിട്ടുള്ളൊരു രീതിയാണ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. ഓക്കെ, ഇനി ഇവിടെ മാത്രമല്ല, നമ്മുടെ അടുക്കളകളിൽ എന്താ നടക്കുന്നത്? നമുക്കിപ്പോൾ കേരള റൈസ് ആണെങ്കിൽ നമുക്ക് 1 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം വേണം അല്ലേ. അതേസമയം 1 ഗ്ലാസ് അരി മാത്രമാണ് ഇടുക, ഓരോ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് 1 ഗ്ലാസും 4 ഗ്ലാസും അങ്ങനെയൊക്കെ പോകും അല്ലേ. അപ്പോൾ അടുക്കള തൊട്ട് എന്താ, അങ്ങ് ഫൈറ്റർ ജെറ്റിൻ്റെ ജെറ്റ് എഞ്ചിൻ ഉണ്ടാക്കുന്നതിൽ വരെ അതിൻ്റെ അലോയ്, അതായത് 2 മെറ്റലുകളുടെ സങ്കരം, ലോഹ സങ്കരം എന്ന് പറയും അല്ലേ, PSC പഠിക്കുന്നവർക്കൊക്കെ അറിയാം. അതിൻ്റെ അനുപാതത്തിൽ വരെ എന്താ ഇതുണ്ട്, അനുപാതം, റേഷ്യോ, ഇത്ര ഇത് ഈസ്റ്റു എന്ന് നമ്മൾ പറയില്ലേ. അപ്പോൾ ദൈനംദിന ജീവിതത്തിൽ മുഴുവൻ ഉപകാരപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. ഇപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് കുറേ പേർക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ജസ്റ്റ് ഇത് പറയാൻ വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ആണിത്. ഇങ്ങനെ കുറച്ച് നിങ്ങൾക്ക് എൻഗേജിങ് ആയിട്ട് പറഞ്ഞു തരണമെന്ന് തോന്നി. ഇനി ഇത് അതിൻ്റെ കോൺസെപ്ച്വൽ. ഇനി അത് കോൺസെപ്ച്വൽ മാറ്റി വയ്ക്കാം. എക്സാം വൈസ് വരുമ്പോൾ നിങ്ങളോട് എനിക്ക് കുറച്ച് പറയാനുള്ളത്, എസ്പെഷ്യലി PSC അല്ലെങ്കിൽ മറ്റു പരീക്ഷ, SSC, ബാങ്ക്, RRB ഇതുപോലുള്ള പരീക്ഷകളല്ലാതെ മറ്റു പരീക്ഷ എഴുതുന്ന ഇത് കാണുന്ന ആൾക്കാരോടാണ്. ഇതിൽ ചിലപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ഉള്ള ക്ലാസ്സില്ല, ഇപ്പോൾ ഈ ക്ലാസ്സിൻ്റെ കൂടെ ഞാൻ 5 ക്വസ്റ്റ്യൻ എടുത്തുള്ളൂ, ജസ്റ്റ് 5 ക്വസ്റ്റ്യൻസ്, ബിക്കോസ് ഇതൊരു ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ട്. നമ്മൾ പോകെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അവലംബിക്കുന്ന കാൽക്കുലേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വ്യത്യാസമായിരിക്കും. സാധാരണ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള പോലെ എന്ത് വേരിയബിൾ കിട്ടുമ്പോഴും X എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നത് അങ്ങനെയല്ല. കുറച്ച് നമ്മൾ ഗസ് വർക്കിലൂടെ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാനുള്ളൊരു ശൈലിയായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. കാരണം SSC, ബാങ്ക് എക്സാമുകളുടെ മെയിൻ ആസ്പെക്റ്റ് അതാണ്, പെട്ടെന്ന് ഉത്തരം കിട്ടുക. ഈ പെട്ടെന്ന് ഉത്തരം കിട്ടുന്നത് നിങ്ങൾക്ക് PSC എഴുതുന്ന ആൾക്കാർക്ക് ഒരു അയിത്തമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല, നിങ്ങൾക്ക് വളരെയധികം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്, വളരെയധികം ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ വരുന്ന നമ്മൾ 10th അല്ലെങ്കിൽ അങ്ങനത്തെ ലെവൽ വിട്, പ്രിലിംസിൻ്റെ പരീക്ഷകൾ, അതായത് ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷകളിൽ വരുന്ന മാത്സിൻ്റെ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹൈ ലെവലുള്ള ചോദ്യങ്ങളാണ്.
അതിൽ SSCയുടെയോ PSCയുടെയോ UPSCയുടെ CSATിനെയോ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. വളരെ ഹൈ ലെവലായിട്ടുള്ള ടൈം നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരുപാട് എടുത്തുകൊണ്ട് പോകുന്ന ചോദ്യങ്ങളാണ്. അപ്പം മേ ബി നിങ്ങൾക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷനോ അല്ലെങ്കിൽ GKക്കോ നിങ്ങൾക്ക് എഴുതാനായിട്ട് നിങ്ങൾക്ക് സമയം ഒരുപാട് പോകുന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ച തൊട്ട് നമ്മൾ കമ്പനി ബോർഡിൻ്റെ ക്ലാസ്സുകൾ തുടങ്ങും. അപ്പോൾ അവിടെയും നമ്മൾ എന്താ മാത്സ് ഉണ്ടല്ലോ, മാത്സ് ഉണ്ട്. അപ്പം മാത്സ് നിങ്ങൾ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പെട്ടെന്ന് ഉത്തരം എഴുതുന്നത് നിങ്ങൾക്ക് ബാക്കിയുള്ള സബ്ജക്റ്റുകൾ എന്താണ് മുഴുവനായിട്ട് അറ്റംപ്റ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ ഇനി നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഒന്നുകൂടെ പോയി റിവൈസ് ചെയ്യാനോ, അല്ലെങ്കിൽ ഇനി GKയിൽ ഒരുപാട് പ്രശ്നമുള്ള തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ ഉണ്ടാവില്ലേ, ആ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ പിന്നെയും പോയി നോക്കാനായിട്ട് നിങ്ങൾക്ക് സമയം വാങ്ങിത്തരും അല്ലേ. ഈ മാത്സിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ഒക്കെ നിങ്ങൾ അത്രയും സമയം കുറയ്ക്കുന്നതനുസരിച്ച് ബാക്കിയുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് പോയിരുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ഒന്നുകൂടെ വായിച്ച് നോക്കി വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇത് ജസ്റ്റ് SSCക്കോ ബാങ്കിനോ ബാക്കിയുള്ള ആൾക്കാർക്കോ മാത്രമുള്ളതെന്ന് വിചാരിക്കാതെ എല്ലാവരും കാണുക റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ ഈ ഭാഗം. പക്ഷേ ഇതിൻ്റെ കാൽക്കുലേഷനും മെത്തേഡ്സും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ SSC ഓറിയൻറ്റഡ് ആയിരിക്കും. അത് ഒബ്വിയസ്ലി ബാക്കിയുള്ള പരീക്ഷയ്ക്ക് പഠിക്കുന്നവർക്കും ഉപകാരപ്പെടും. സോ നിങ്ങൾക്ക് ബാക്കിയുള്ള പഠിച്ചിട്ട് സമയം കിട്ടുന്നുണ്ടെങ്കിൽ ഇത് കാണുക. SSC പഠിക്കുന്ന അറിയാലോ, നമ്മൾ CHSലും CGLലും ഒക്കെ എയിം ചെയ്യുന്നവർ എന്തായാലും ഇത് കാണുക. 2026 CHSL CGL എയിം ചെയ്യുന്നവർ ഇതാ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇതൊക്കെ. അപ്പോൾ മിക്സ്ചർ ആൻഡ് എലിഗേഷൻ എന്തായാലും പോയി കാണണം, അതെല്ലാവരും പോയി കാണുക. മിക്സ്ചർ ആൻഡ് എലിഗേഷൻ പ്ലേലിസ്റ്റ് ഉണ്ട്, അത് പോയി കണ്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം ഇതിലോട്ട് വരിക. അതാണ് നമ്മുടെ സിലബസ്. നമ്മൾ അങ്ങനെയാണ് പോകുന്നത്. മിക്സ്ചർ ആൻഡ് എലിഗേഷൻ, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. മിക്സ്ചർ ആൻഡ് എലിഗേഷൻ ഭയങ്കര ഇച്ചിരി പാടുള്ള സബ്ജക്റ്റ് ആയിരുന്നു. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ അത്രയ്ക്കില്ല. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വേറെ എന്താ പറയാനുള്ളത്? വേറെ ഒന്നും പറയാനില്ല. ഇത് തന്നെ PSCക്കാരോട് പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ള SSCക്കാരോട് പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട്, ബേസിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് ഒരു 5 ചോദ്യം ഇപ്പം നമ്മളൊന്ന് സാമ്പിൾ പോലെ തുടങ്ങി വയ്ക്കുന്നു. പിന്നെ നമുക്ക് അറിയാലോ റെഗുലർലി ക്ലാസ് ഉണ്ടാവും, പ്ലേലിസ്റ്റുകൾ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ കമ്പനി ബോർഡിൻ്റെ ക്ലാസ് ഉടനെ തുടങ്ങും. നമ്മൾ നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തുടങ്ങും, അതും വരും. എല്ലാവരും റെഡി ആയിരുന്നു, എല്ലാവരും പഠിച്ചെല്ലാം പിന്നെ റിവൈസ് ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഓക്കെ, നമുക്ക് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഏരിയാസ് ഓഫ്, അപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു. കറക്റ്റായിട്ട് മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ പോസ് ചെയ്യുക, എന്നിട്ട് വായിക്കുക. നിങ്ങളുടെ മൈൻഡിൽ എത്താൻ എത്ര സമയം എടുക്കുന്നോ അത്രയും സമയത്തോളം റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. അപ്പോൾ ചോദ്യമാണ്, ദ ഏരിയാസ് ഓഫ് ദ 2 triangles ആർ ഇൻ ദ റേഷ്യോ 4:3 ആൻഡ് ദെയർ ഹൈറ്റ്സ് ആർ ഇൻ ദ റേഷ്യോ 6:5. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദെയർ ബേസസ്. ഞാൻ വളരെ സ്ലോയിൽ ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും, എന്നിട്ട് ഇത് സ്പീഡിൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയും. ഓക്കെ, അപ്പോൾ 2 ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, 2 ട്രയാങ്കിൾ ഉണ്ട്. അതിൻ്റെ ഏരിയാസിൻ്റെ റേഷ്യോ എന്താ? 4:3 എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയ 4 എന്നാണെങ്കിൽ ഇതിൻ്റെ 3 എന്നാണ്. അപ്പോൾ 4 എന്നാണെങ്കിൽ ഇതിൻ്റെ 3 എന്നാണ്. അപ്പോൾ 4നേക്കാൾ കുറച്ച് വലുതാണെങ്കിൽ 3നേക്കാൾ കുറച്ച് വലുത്, 4നേക്കാൾ കുറച്ച് വലുതാണെങ്കിൽ ഇത് എത്രയും ചെറുത്. മനസ്സിലായോ? ആ ഒരു ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് റേഷ്യോ. അപ്പോൾ മനസ്സിലായല്ലോ? ഓക്കെ, എന്നിട്ട് എന്താ? ദെയർ ഹൈറ്റ്സ് ആർ ഇൻ ദ റേഷ്യോ 6:5. അതിൻ്റെ ഹൈറ്റ് 6:5 എന്നാണ്. ഇത് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഉയരം. അതിൻ്റെ ഒരു കോണിൽ നിന്നും വേറൊരു സൈഡിലോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, പെർപെൻഡിക്കുലറിന് മലയാളത്തിൽ എന്താ പറയുന്നതെന്ന് എനിക്ക് മട്ടകോൺ എന്ന് എനിക്കറിയാം, പക്ഷേ ഈ പെർപെൻഡിക്കുലറിന് പറയുന്നത് എന്താ എനിക്ക് ഓർമ്മയില്ല. പാരലും സമാന്തരമെന്ന് മാത്രമേ എനിക്ക് അറിയുള്ളൂ. ഓക്കെ, എന്തു ആവട്ടെ, അതാണ് അതിൻ്റെ ഹൈറ്റ് അല്ലേ. ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ ഫോർമുല എന്താ? ഹാഫ് BH ആണ്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ബേസിനെ നമുക്ക് B1 എന്നും ഹൈറ്റ് നമുക്ക് H1 എന്നും വിളിക്കാമല്ലോ. അപ്പോൾ സെക്കൻഡ് ട്രയാങ്കിൾ അതുപോലെ എന്ത് വരും? ഹാഫ് B2 H2. ഇതാണ് എന്ത്? 4:3. പിന്നെ റേഷ്യോയെക്കുറിച്ച് നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ഒരു കാര്യം ഓർക്കുക, A:B എന്ന് നമുക്ക് പറഞ്ഞാൽ നമുക്കതിനെ A/B എന്ന് എഴുതാം. 4:3 എന്ന് പറഞ്ഞാൽ നമുക്കതിനെ 4/3 എന്ന് എഴുതാം. അപ്പോൾ എന്താ? ഇതിനെ ഹാഫ് B1 H1 ബൈ ഹാഫ് B2 H2 ഈക്വൽ ടു 4/3 എന്ന് എഴുതാമല്ലോ. ആദ്യം ഇവിടെ 4/3 എന്ന് എഴുതാം. അപ്പോൾ എന്താ? ഹാഫും
പോവും, കാരണം മേളിലും താഴെ ഹാഫ് വരുമ്പോൾ ഹാഫ് പോവും. പിന്നെ B1 ഇൻറ്റു H1 ബൈ B2 ഇൻറ്റു H2 എന്നാണ്. B1 ഇൻറ്റു H1 ബൈ B2 ഇൻറ്റു H2 അല്ലേ? ഹാഫും പോയി പിന്നെ B1 H1 B2 H2 അല്ലേ ഉള്ളൂ. ഇതിൽ B1 B2 നമുക്ക് എന്താണ് B1 B2 അറിയോ? ഇല്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് B1 B2 നമുക്ക് അറിയില്ല. H1 H2 അറിയാം. H1 ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഹൈറ്റ്സ് ആർ ഇൻ ദ റേഷ്യോ 6:5. അപ്പോൾ ആദ്യത്തിൻ്റെ 6, രണ്ടാമത്തേൻ്റെ 5. അപ്പോൾ എന്താ B1 ഇൻറ്റു H1 6 ബൈ ഇതാണ് കേട്ടോ B2 ഇൻറ്റു H2 എന്താ 5 ഈക്വൽ ടു 4/3. ഇനി നിങ്ങൾ കുറേ പേർക്കറിയാം ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വെട്ടണമെന്ന്. നിങ്ങളെ എല്ലാം കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വെട്ടരുത്. നിങ്ങൾ ബേസിക്കലി ഇങ്ങനെ മനസ്സിലാക്കുക, ഈക്വലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമാണ് വരുന്നതെങ്കിൽ ചുമ്മാ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വെട്ടാതെ ഒരേ സൈഡിലുള്ളത് വെട്ടിപ്പോവാം. മേളിലുള്ളതൊക്കെ വെട്ടും, മേളിലുള്ളത് തമ്മിൽ വെട്ടും, താഴെയുള്ളത് തമ്മിൽ വെട്ടും. കാരണം എന്താ, ഈ താഴെയുള്ളത് ഇവിടെ വരുമ്പോൾ ഈ താഴെയുള്ളതായിട്ടല്ലേ വെട്ടുന്നത്. അപ്പം ഇപ്പുറത്ത് താഴെയുള്ളത് ഈ താഴെയുള്ളത് തന്നെ ആയിട്ടായിരിക്കും വെട്ടുക, ഇവിടെ മേലെയുള്ളത് ഈ മേലെയുള്ളതായിട്ടായിരിക്കും വെട്ടുക. അപ്പം നിങ്ങൾ കൺഫ്യൂഷൻ ഏതും ഇല്ലാതെ പെട്ടെന്ന് തന്നെ അങ്ങനെ വെട്ടണം. ഓക്കെ, അപ്പോൾ എന്താ 4ഉം 6ഉം എങ്ങനെ വെട്ടാം? 2 കൊണ്ട് വെട്ടാം. 2 കൊണ്ട് 4ന് വെട്ടിയാൽ 2, 2 കൊണ്ട് 6ന് വെട്ടിയാൽ 3, 5 3 പറ്റില്ല. ഓക്കെ, അപ്പോൾ എന്തായി B1 ബൈ B2 ഇൻറ്റു 3/5 ഈക്വൽ ടു 2/3. എന്താ ഇവിടെ വ്യക്തമാക്കി എഴുതാം. എന്താണ് ബേസ് 1 ബൈ ബേസ് 2 ഇൻറ്റു 3/5 ഈക്വൽ ടു എന്താ 2/3 എന്നായി. അപ്പോൾ എന്താ B1 ബൈ B2 ഇവിടെ നിലനിർത്തി എന്ത് സംഭവിക്കും? B1 ബൈ B2 ഈക്വൽ ടു ഈ താഴെ കിടക്കുന്ന 5 മേളിൽ പോവും. 2 ഇൻറ്റു 5 ബൈ ഈ മേളിൽ കിടക്കുന്ന 3 താഴെ പോവും. 3 ഇൻറ്റു 3 9 എന്ന് വെച്ചാൽ എന്താ 10/9. അപ്പോൾ B1 ബൈ B2 ഈക്വൽ ടു 10/9 എന്ന് വന്നില്ലേ? എന്താ വന്നേ? B1 ബൈ B2 എന്ന് പറഞ്ഞാൽ 10/9 എന്ന് വന്നു. നമുക്ക് വേണ്ട എന്താ ചോദിച്ചിരിക്കുന്നത്? എന്താ ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദെയർ ബേസസ്. അതായത് ഞാൻ പറഞ്ഞില്ലേ A:B എന്ന് പറഞ്ഞാൽ A/B എന്ന് എഴുതാമെങ്കിൽ A/B എന്ന് പറഞ്ഞാൽ A:B എന്ന് എഴുതിക്കൂടെ? അതായത് B1 ബൈ B2 എന്ന് പറഞ്ഞാൽ B1:B2 എന്ന് എഴുതിക്കൂടെ? അതെന്താ 10:9 അല്ലേ? B1 എന്താ ബേസ് 1, B2 എന്താ ബേസ് 2. അതിൻ്റെ റേഷ്യോ 10:9. ഉത്തരത്തിലുണ്ടല്ലോ ഓപ്ഷൻ നോക്കിയാൽ B, ഓപ്ഷൻ B 10:9. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്യേണ്ടത്. ഇനി ഇത് സ്പീഡിൽ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രയാങ്കിളും ഇതൊന്നും വരയ്ക്കരുത്. എന്താ സ്പീഡിൽ നിങ്ങൾ ചോദ്യം വായിക്കും ഇങ്ങനെയാണ്, ദ ഏരിയാസ് ഓഫ് 2 ട്രയാങ്കിൾസ് ആർ ഇൻ ദ റേഷ്യോ 4:3. 2 ട്രയാങ്കിളിൻ്റെ ഏരിയ 4:3. അപ്പോൾ ഹാഫ് എന്താ ഹാഫ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ വിട്ടേക്ക്. ഹാഫ് അവിടെ തന്നെ കട്ട് ചെയ്തു. കാരണം എന്താ ഹാഫ് B1 H1 ഈസ് ടു ഹാഫ് B2 H2 ആ. അപ്പോൾ ഹാഫ് എന്നുള്ളതിനെ കുറിച്ച് വിട്ടേക്ക്, മൈൻഡിൽ ഹാഫ് വരരുത്. B1 H1 B2 H2 ആ. അതുപോലെ തന്നെ എന്താ പിന്നെന്താ എൻ്റെ ഹൈറ്റ്സ് ആർ ഇൻ ദ റേഷ്യോ. അപ്പോൾ ഹൈറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ B1 എന്താ 4:3 B2 3 എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നത് സോൾവ് ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മേലെ ഉള്ളത് തമ്മിലും താഴെ ഉള്ളത് തമ്മിലും വെട്ടിയിട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഉത്തരം പെട്ടെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഉത്തരം വന്നത് എന്താ 10:9 അല്ലേ? 10:9 ഉത്തരം വന്നത്. പിന്നെ ഇത് മിക്സർ ആൻഡ് എലിഗേഷൻ. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ക്ലാസ് നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് മിക്സർ ആൻഡ് എലിഗേഷൻ്റെ ക്ലാസ് പോയി കണ്ടിട്ട് ഇത് വന്ന് കാണുക. അതും എല്ലാ SSC PSC എല്ലാത്തിനും ചോദിക്കുന്ന ടൈപ്പ് ചോദ്യമാണ്. SSCക്കാർക്ക് എന്തായാലും ചോദിക്കും, അത് കൺഫേം ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് 7 ടൈംസ് നിങ്ങൾ റിവൈസ് ചെയ്യണം. മിക്സർ ആൻഡ് എലിഗേഷൻ ഭയങ്കരമായിട്ട് മാർക്ക് താഴെ പോകുന്നൊരു സബ്ജക്റ്റാണ്. PSCക്കാർ എസ്പെഷ്യലി ഡിഗ്രി പ്രിലിംസ് എഴുതുന്നവർ അത് നോക്കണം, കാരണം അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നിങ്ങളുടെ ഫസ്റ്റ് ക്ലാസ്, നിങ്ങളുടെ സെക്കൻഡ് ക്ലാസ്സോ അത് കണ്ടിട്ടേ വരുള്ളൂ. അതിൽ തന്നെ നിങ്ങൾ പല ടൈമും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചോദ്യത്തിൽ X:Y എന്നുള്ള രീതിക്ക് നമുക്ക് എഴുതി വരും. ഇപ്പോൾ 10:9. പക്ഷേ ഉത്തരത്തിൽ നമ്മൾ എന്താണ് നൈസായിട്ട് Y:X ഫ്ലിപ്പ് ചെയ്ത് ചോദിക്കും, തിരിച്ചിട്ട് ചോദിക്കും. നമ്മളറിയാതെ X:Y എഴുതിയപ്പോൾ X:Y ഓപ്ഷനിൽ X:Y എന്ന് പറഞ്ഞാൽ ടിക്ക് ചെയ്യും. ഇവിടെ നോക്കിയേ, ഇവിടെ ഓപ്ഷൻ Bയിൽ 10:9 ഉണ്ട്, പക്ഷേ അപ്പുറത്ത് തന്നെ 9:10 തന്നിട്ടുണ്ട് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ. പക്ഷേ ഇവിടെ ഡയറക്റ്റ് ചോദിച്ചുകൊണ്ട് 10:9. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം ക്വസ്റ്റ്യൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് വായിക്കണം. ഓക്കെ, അപ്പോൾ ഏകദേശം മനസ്സിലായല്ലോ. അടുത്ത ചോദ്യത്തിൽ പോവാം. ഓക്കെ, അപ്പോൾ അതെ ഈ കാണുന്ന ക്വസ്റ്റ്യനിൽ ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനും തിയറിറ്റിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പോകുന്നില്ല. കാരണം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ കുറേ സമയം ആവശ്യമില്ലാതെ പോകും. കാരണം മിക്ക പരീക്ഷയിലും ഇത് ഇങ്ങനെ തന്നെ ചോദിക്കുള്ളൂ. ഓക്കെ, അത് എല്ലാ പരീക്ഷയിലും ഇങ്ങനെ തന്നെ ചോദിക്കുള്ളൂ. അത് നിങ്ങൾ അങ്ങനെ ഞാൻ ഈ പറയുന്ന രീതിയിൽ തന്നെ സോൾവ് ചെയ്താൽ മതി. എന്താ ചോദ്യം? ഇഫ് A:B = 2:5, C:B = 3:4, then A:B C എന്താണ്?
പറയുമ്പോൾ നല്ല താളമുള്ളൊരു ചോദ്യമാണ്. കാരണം എന്തോ A:B എന്ന് പറഞ്ഞാൽ 2:5 ആണ്. C:B എന്ന് C:B അല്ലല്ലോ, B:C. ചോദ്യത്തിൽ ഞാൻ വായിച്ച തെറ്റാന്ന് തോന്നുന്നു. B:C എന്ന് പറഞ്ഞാൽ 3:4. ഓക്കെ, A:B എന്ന് പറഞ്ഞാൽ 2:5, B:C എന്ന് പറഞ്ഞാൽ 3:4. അപ്പം എന്താ, രണ്ടിലും കോമൺ ആയിട്ട് ഒരുത്തനുണ്ടല്ലോ, ബി. അങ്ങനെ തന്നെയല്ലേ? അതാ ഞാനിവിടെ എഴുതി വെച്ച തെറ്റാ. ഇങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻ. രണ്ടിലും കോമൺ ആയിട്ട് ബി ഉള്ള നടുക്കുള്ളവൻ, ആ നടുക്കുള്ളവനെ നടുക്ക് തന്നെ നമ്മൾ നിലനിർത്തണം. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A:B എന്ന് ഇങ്ങനെ എഴുതുക. പിന്നെ കോമൺ ഉള്ളവനെ പിടിക്കുക, ബി അല്ല, അവനെ താഴെ എഴുതുക, B:C ആയല്ലോ. ഇതിങ്ങനെ എഴുതുമ്പോൾ എങ്ങനെ വരും? A:B എന്താ 2:5, B:C എന്താ 3:4. ഇങ്ങനെ ആയില്ലേ? ഇനി ചെയ്യേണ്ടത് ദേ ഇവിടെ ഒരു ഗ്യാപ്പില്ലേ, ഈ ഗ്യാപ്പിൽ ഇതിൻ്റെ അടുത്ത് കിടക്കുന്നത് ഇങ്ങോട്ട് എഴുതണം 3:2. ഈ ഒരു ഗ്യാപ്പിൽ ഇതിൻ്റെ അടുത്ത് കിടക്കുന്ന 5 എഴുതണം. എന്നിട്ട് താഴോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഓരോന്നും. 2 × 3 എന്താ 6:5 × 3. ഇത് 5 × 3 മൾട്ടിപ്ലൈ ചെയ്യണം. എന്താ 15:5 × 4 എന്താ 20. അതാണ് എന്ത് A:B:C. ഏതാ ഓപ്ഷൻ എ 16:15:20. അപ്പോൾ കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യൊന്നും വേണ്ട. ഇങ്ങനെ എഴുതുന്നു, കോമൺ ആയിട്ടുള്ളവനെ നടുക്ക് വയ്ക്കുന്നു, കോമൺ ആയിട്ടുള്ളവനെ നടുക്ക് വെച്ചിട്ട് അതിൻ്റെ അതേപോലെ എഴുതുന്നു. എന്നിട്ട് ഈ ഗ്യാപ്പ് വരുന്ന സ്ഥലത്ത് അടുത്തുള്ളതിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് എഴുതുന്നു. എന്നിട്ട് നേരെ താഴോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. A:B:C ഉത്തരം കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ പോവാം. ഓക്കെ, ഈ ചോദ്യം നോക്ക്. 4 numbers are in the ratio 1:2:3:5. 2 times their sum is 44. Find the ratio of the numbers obtained by subtracting 3 from the cube of each number. ഓക്കെ, ഒന്ന് പോസ് ചെയ്തിട്ട് ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള നോട്ടിൽ പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ചെയ്തോ? ഇനി ഇതാ ഞാൻ ചെയ്യാം. എന്താ, 4 നമ്പേഴ്സ് ഉണ്ട്. ഏത് റേഷ്യോയിൽ? 1:2:3:5. ഓക്കെ, 2 times their sum is 44. ഇതിൻ്റെ തുകയുടെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 44 ആണ്. ഇതിൻ്റെ തുക എന്താ? 3 3 6 5 11. ഇതിൻ്റെ തുക എന്താ? 11. ഇതിൻ്റെ ആക്ച്വൽ തുക എന്താ? 11. ആക്ച്വൽ തുക 11. എന്താ പറഞ്ഞിരിക്കുന്നത്? 2 times their sum is 44. ഓക്കെ, ഇതിൻ്റെ തുക 11, ഇതിൻ്റെ 2 times എന്താ? 22. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ ആയിട്ടുള്ള എന്താ? 22. പക്ഷെ എന്താ പറഞ്ഞിരിക്കുന്നത്? 44 ആവണം. മനസ്സിലായോ? ആ കോൺസെപ്റ്റ് മനസ്സിലാകാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ ആക്ച്വൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 5 എന്നതല്ല. ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷൻ്റെ സമയത്ത് പറഞ്ഞിരുന്നു, വലിയ നമ്പറിൻ്റെ റെപ്രസെൻറ്റേഷനാണ് റേഷ്യോ, അല്ലേ? വലിയ വേറെ ഏതോ നമ്പേഴ്സിൻ്റെ റെപ്രസെൻറ്റേഷനാണിത്. അപ്പോൾ റെപ്രസെൻറ്റേഷനാണ്. അതായത് നിങ്ങളിങ്ങനെ ശ്രദ്ധിക്കുക, ഈ നമ്പർ ഇവിടെ കിടക്കല്ലേ, ഇവിടെ അതിൻ്റെ മേളിൽ എന്തോ കുറേ വലിയ നമ്പേഴ്സ് ഉണ്ട്, അതിൻ്റെ ചെറിയ റെപ്രസെൻറ്റേഷനായത്. അപ്പോൾ എന്താ, ഇതിൻ്റെ തുക എന്ന് പറഞ്ഞാൽ എന്താ? ആ വലിയ നമ്പേഴ്സിൻ്റെ തുകയുടെ റെപ്രസെൻറ്റേഷൻ അല്ലേ? അതെ. അപ്പോൾ ഈ തുകയോട് 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താ? സമ്മിനോട് 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ വലുതായിട്ട് 2 മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ റെപ്രസെൻറ്റേഷൻ അല്ലേ? അപ്പോൾ മേളിലതുണ്ട്. മേളിൽ നിങ്ങൾ അദൃശ്യമായിട്ട് ചിന്തിക്കുക. ഇവിടെ ഇങ്ങനെ മേളിലുണ്ടെന്ന് വിചാരിക്കാതെ, ഇതിൻ്റെ മേളിലുണ്ട് അദൃശ്യമായിട്ട്. എന്ത്? ആ വലിയ നമ്പറിൻ്റെ റെപ്രസെൻറ്റേഷനാണ് റേഷ്യോ. ഇതെന്താ? ആ വലിയ നമ്പേഴ്സിൻ്റെ സമ്മിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഇതെന്താ? മൾട്ടിപ്ലൈൻ്റെ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, പക്ഷെ അവർ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇവിടുത്തെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത് ശരിക്കും 44 വരേണ്ടത്, അല്ലേ? ഇതെന്ന് പറഞ്ഞാൽ 44 വരേണ്ടത്. 44 വരേണ്ടതെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 22 എന്നാണതാണ് നമുക്ക് ആക്ച്വൽ. പക്ഷെ ശരിക്കും വരേണ്ട എന്താ? 44. അപ്പോൾ 22 44 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? 22 44 ആവണമെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ, ഇതെല്ലാം 2 കൊണ്ട് മൾട്ടിപ്ലൈ ആവണ്ടേ? അപ്പോഴല്ലേ കറക്റ്റ് സംഖ്യ വരുന്നത്. അപ്പോൾ എന്താ, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആക്ച്വൽ സംഖ്യകൾ എന്ത് വരും? 2:2, 4:2, 6:10. ഓക്കെ, അപ്പോൾ ആക്ച്വൽ നമുക്ക് അങ്ങനെ കിട്ടി. ആക്ച്വൽ അങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താ? ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ നമ്പേഴ്സ് ഒബ്റ്റെയിൻഡ് ബൈ സബ്ട്രാക്റ്റിംഗ് 3 ഫ്രം ദ ക്യൂബ് ഓഫ് ഈച്ച് നമ്പർ. അതായത് ഈ ആക്ച്വലായിട്ട് കിട്ടിയ നമ്പറിൻ്റെ ക്യൂബിൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന നമ്പർ. അപ്പോൾ ഓരോന്നിൻ്റെ ക്യൂബ് നോക്കാം. 2ൻ്റെ ക്യൂബ് എന്താ? 8,
8 നിന്ന് 3 കുറയ്ക്കുമ്പോൾ എന്താ 5 5:, എന്നിട്ടത് ഓരോ ഉത്തരത്തിൻ്റെ അടുത്തെത്തി ഓരോ സംഖ്യ കിട്ടുമ്പോഴും നിങ്ങൾ ഓപ്ഷൻസിലോട്ട് നോക്കണം. ഇവിടെ ഓപ്ഷൻസിൽ നോക്കിയാൽ 5 തുടങ്ങുന്ന ഒരേ ഓപ്ഷനേ ഉള്ളൂ. ഏതാ? ഓപ്ഷൻ ഡിയാ. അപ്പോൾ ഡിയിലെ എന്താ അവസാനവും കൂടെ ഒന്ന് വെറുതെ പേരിന് അതേ വരുള്ളൂ. വെറുതെ പേരിനൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. എന്താ 10ൻ്റെ ക്യൂബ് എന്താ? 10ൽ 3 0 വന്നത് എന്താ? 1000. 1000 നിന്ന് 3 കുറഞ്ഞാൽ എന്താ? 997. അത് തന്നെയല്ലേ ഓപ്ഷനിൽ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. നമ്മൾ വെറുതെ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഓപ്ഷൻ ഡി OMRൽ കറുപ്പിക്കുകയോ PSCക്കാർ SSCക്കാർ വെട്ടിക്കുകയോ അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഓക്കെ, അടുത്ത ചോദ്യത്തിൽ പോവാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോ. x/4y = 3/4 എന്നാണെങ്കിൽ വാല്യൂ ഓഫ് 2x + 3y x - 2y. വളരെ സിമ്പിളാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? x/4y = 3/4. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരേ ലെവലിൽ വരുന്നത് വെട്ടാൻ നിങ്ങൾക്ക്. അപ്പോൾ 4ഉം വെട്ടിപ്പോയില്ലേ? അപ്പോൾ ആക്ച്വലി എന്തായി? കാര്യങ്ങൾ എളുപ്പമായി. x/y എന്ന് പറഞ്ഞാൽ 3/1 വന്നു. ഒന്നുമില്ലാത്തപ്പോൾ 1 അല്ലേ? ഒന്നുമില്ലാത്തവർക്ക് 1 തുണാന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ x/y = 3/1 എന്ന് പറഞ്ഞാൽ നമുക്ക് x 3ഉം y 1ഉം ആയിട്ട് എടുക്കാം. പിന്നെ ചോദിച്ചിരിക്കുന്നത് എന്താ? 2x + 3y x - 2y എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിലോട്ട് ഇതിട്ടാൽ പോരെ. ഇപ്പം എന്താ? എക്സിൻ്റെ സ്ഥലത്ത് 3 ഇടുമ്പോൾ 3 × 2 6 + 3y എന്ന് പറയുമ്പോൾ 3/x എന്ന് വെച്ചാൽ 3 - 2y 2 × 1 2. അപ്പോൾ എന്താ? 6 3 9/1 9 വരും ഉത്തരം. സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. നമ്മൾ എന്താ ഒരുപാട് ഇതാവത്തില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് വാമപ്പ് ആവും. അടുത്ത ക്ലാസ്സിൽ നമ്മളിങ്ങനെ എന്താണ് റോക്കറ്റ് സ്പീഡിൽ പോവുകയാണ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ഫുൾ ക്ലാസ് ആയിട്ട്. അപ്പോൾ ഇതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞല്ലോ 5 ക്വസ്റ്റ്യൻ വർക്കുള്ളൂ. നമുക്ക് ബാക്കി വരുന്ന ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹലോ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ദ പ്രൈസ് ഓഫ് എ ബാറ്റ് ആൻഡ് ബോൾ ആർ ഇൻ ദ റേഷ്യോ 9:5. The price of the bat is ₹380 more than the price of the ball. Find the price of the ball. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ബാറ്റ് ഉണ്ട്, ഒരു ബോളുണ്ട്. അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 9:5 എന്ന റേഷ്യോയിലാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ? ദ പ്രൈസ് ഓഫ് ദ ബാറ്റ് ഈസ് ₹380 മോർ ദാൻ ദ പ്രൈസ് ഓഫ് ദ ബോൾ. അതായത് ബോളിൻ്റെ വിലയേക്കാൾ 350 രൂപ കൂടുതലാണ് എന്ത്? ബാറ്റിൻ്റെ വില. അതായത് എന്താ? 9 ബാറ്റിൻ്റെ വിലയെന്ന് ബോളിൻ്റെ വില കുറച്ചാൽ എന്താ? 350 രൂപ കിട്ടണം. പക്ഷേ ആക്ച്വലി എന്താ കിട്ടുള്ളൂ? 4 കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനെ വേറൊരു രീതിയിൽ കാണണം. എക്സ് ആയിട്ട് എടുക്കണം. 9x 5x ഒരു കോമൺ ഫാക്ടറായിട്ട്. അപ്പോൾ 9x - 5x പറഞ്ഞാൽ എന്താ? എന്ത് വരും? 4x വരും. അതെന്താ? ആ കുറവ് എന്താണെന്ന് പറഞ്ഞേ? 380. അതായത് എക്സ് എന്താ? 380/4. 380/4 മനസ്സിൽ ചെയ്യ്. 380/4 4 × 9 36 38. അപ്പോൾ 9 വന്നു. 9 കോഷ്യൻ്റെ അവിടെ ഫസ്റ്റ് എന്താ? 9 വന്നു. പിന്നെന്താ? 38 നിന്ന് 36 പോയാൽ 2 20 5. അപ്പോൾ 95. ഇങ്ങനെ ചെയ്യാൻ പഠിക്കണം കേട്ടോ. വെറുതെ അല്ലാതെ ഇങ്ങനെ എഴുതി 380/4 എന്നൊക്കെ അങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പഠിക്കണം. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ 95. എക്സ് എന്ന് പറഞ്ഞാൽ 95 അല്ലേ? ചോദിച്ചിരിക്കുന്നത് എന്താ? ഫൈൻഡ് ദ പ്രൈസ് ഓഫ് ദ ബോൾ. ബോളിൻ്റെ പ്രൈസ് ഇതല്ലേ? 5x. അപ്പോൾ എന്താ? 5 × 95. ഇതുപോലെ ചെയ്തോ. 5 × 5 25. 2 9 × 5 45. 2 46 47 475. ഓക്കെ, ഇങ്ങനെ മൈൻഡ് ചെയ്ത് പഠിക്കണം. 475 അല്ലേ ഉത്തരം? 475 ആണ്. അത് ഓപ്ഷൻസിലുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഏകദേശം റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ചെയ്യുന്നതിൻ്റെ ഒരു ടേസ്റ്റ് പിടികിട്ടിയില്ലേ? അപ്പോൾ ഇനി നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിട്ട് പോവും. നമ്മൾ മിക്സർ ആൻഡ് എലിഗേഷൻ എനിക്ക് തോന്നുന്നു കുറേ 4-5 പാർട്ടുണ്ടായിരുന്നു. അതുപോലെയൊന്നും ഇത് പോകത്തില്ല. ഇതൊരു ഫസ്റ്റ് പാർട്ട്, പിന്നെ ഒരു സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ടായിട്ട് നമ്മൾ തീർക്കും. ആകെ 3 പാർട്ടായിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതങ്ങനെ എൻ്റെ മുറയ്ക്ക് നടക്കും. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.